കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് പരാതി. യുവതിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. കേസിന് പിന്നിൽ ഗൂഢാലോചനയെന്ന നിവിൻ പോളി. നിയമപോരാട്ടവുമായി ഏതറ്റം വരെയും പോകുമെന്നും പ്രതികരണം. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി രഞ്ജിത്ത് ഹൈക്കോടതിയിൽ. പീഡന പരാതിയിൽ നടൻ മണിയംപിള്ള രാജുവിന് മുൻകൂർ ജാമ്യം. മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 5-ന്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 13-ന് പരിഗണിക്കും. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ താൽക്കാലിക അധ്യക്ഷ ചുമതല പ്രേംകുമാറിന്. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ മരിച്ചത് ദമ്പതികൾ. മരിച്ചത് ദിക്കുബലിക്കുളം സ്വദേശികളായ ബിനുവും വൈഷ്ണയും. വൈഷ്ണയെ കൊലപ്പെടുത്തി ബിനു ജീവനൊടുക്കിയതായി സംശയം. ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന അപരാജിത ബിൽ പാസാക്കി ബംഗാൾ സർക്കാർ. നിയമസഭാ ബിൽ പാസാക്കിയത് ഏകകണ്ഠമായി. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. BJP ഉന്നാവോ കേസിൽ മൗനം പാലിക്കുകയെന്നും വിമർശനം. ഒത്തുതീർപ്പിന് വഴങ്ങി PV അൻവർ MLA. ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണോ എന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്ന് പ്രതികരണം. ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അവർ അതിന് അനുസൃതമായ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് അതിനാവശ്യമായ അന്വേഷണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. ഒഴുക്കുത്തുകളെ തുറന്നുകാട്ടുകയാണ് താൻ ചെയ്തതെന്നും അൻവർ. പരസ്യ പ്രതികരണം വിലക്കി മുഖ്യമന്ത്രി. ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. പത്തനംതിട്ട മുൻ SP സുജിത് ദാസിനെതിരെ കസ്റ്റംസ് അന്വേഷണം സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് സഹായം നൽകിയെന്ന ആരോപണത്തിൽ സുജിത് ദാസ് നടത്തിയ സ്വർണ്ണവേട്ടകളും അന്വേഷിക്കും. വിവാദങ്ങൾക്കിടെ സുജിത് ദാസ് ഇന്ന് പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യും. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന് VD സതീശൻ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് VS സുനിൽകുമാർ. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണം. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് K മുരളീധരൻ. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്തു. എറണാകുളം നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഊന്നുകൽ പോലീസ്